വീണ്ടും ഒരു പുണ്യകരമായ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണ്യം നിറഞ്ഞ എല്ലാ പുണ്യാത്മാക്കൾക്കും, എവരി സോൾസ്, എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. നിങ്ങൾ ഉൾക്കൊള്ളുക. ഉൾക്കൊണ്ടേ പറ്റൂ. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. വേറൊന്നും യാഥാർത്ഥ്യമില്ല ഇവിടെ ഭൂമിയിൽ. നിങ്ങളുടെ ആത്മാവ് മാത്രമാണ് സത്യം. അത് മാത്രമാണ് യാഥാർത്ഥ്യം. അത് മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ ഭൂമി എക്സ്പീരിയൻസ് ചെയ്യാൻ, ഈ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഈ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് ആത്മാവ് മാത്രമാണ്. ആത്മാവ് ഇവിടെ ജനിക്കുന്നില്ല, ഭൂമിയിൽ മരിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഏത് പവറും എന്തും നിങ്ങളുടെ മനസ്സിൽ കരുതുന്നത് എന്തും നിങ്ങൾക്കിവിടെ സാധ്യമാണ്. അതിന് ആദ്യം നിങ്ങളെ അറിയണം. നിങ്ങളെ അറിയണം. നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന വാക്കുകൾക്കും നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന പ്രവർത്തികൾക്കും അപ്പുറമാണ് നിങ്ങൾ. ആ നിങ്ങളെ യഥാർത്ഥത്തിൽ എന്ന് നിങ്ങൾ അറിയുന്നു, അന്ന് മാത്രമേ നിങ്ങൾ ദൈവത്തെ, ഈശ്വരനെ, അള്ളാഹുവൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ ഉപചാര വാക്കുകൾക്കും എല്ലാം അപ്പുറത്താണ്. എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം? വാക്കുകളും പ്രവൃത്തിയൊന്നുമല്ല, സമർപ്പണമാണ്, സമർപ്പണം. എന്താണ് ഹിന്ദു? സമർപ്പണമാണ്. പൂർണ്ണമായ സമർപ്പണം. പൂർണ്ണമായ സമർപ്പണം. എല്ലാത്തിനും എല്ലാത്തിനും ദേവതകൾക്കും എല്ലാം അപ്പുറത്ത് പരമശക്തിയായ പരാശക്തി ബ്രഹ്മത്തിന് സമർപ്പണം. കർത്താവിന് സമർപ്പണം. പൂർണ്ണമായ സമർപ്പണം. ക്രിസ്ത്യാനിറ്റി. ആ വാക്കുകൾക്കും അത്തരം ചിന്തകൾക്കും അപ്പുറത്ത് നിങ്ങളുടെ സൃഷ്ടാവിനെ കാണണം. അവിടെയാണ് നിങ്ങളുടെ വലിപ്പം, നിങ്ങളുടെ മഹാത്മ്യം. അവിടെയാണ് നിങ്ങളുടെ വലിപ്പം കുടികൊള്ളുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ വലിപ്പം കുടികൊള്ളുന്നത് അവിടെയാണ്. കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ. യു ക്യാൻ ഡു എവരിതിങ്. മരിച്ച സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകും എന്നുള്ളൊരു പേടി ഉണ്ടാവൂല നിങ്ങൾക്ക്. 100%. കാരണം ബിക്കോസ് യു ക്യാൻ നോ. നിങ്ങൾക്കറിയാം നിങ്ങൾ സ്വർഗത്തിലാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം? ഈ പാഠശാലയിൽ നിന്നും പഠിച്ചു വേണം പോവാൻ. ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും. വീണ്ടും ദൈവം പഠിപ്പിക്കും നിങ്ങളെ. ആ പഠിപ്പിക്കുന്നതാണ് നരകം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം ഉണ്ടാവും, കാലാകാലം ഉണ്ടാവും, എത്ര കാലം ഉണ്ടാവും, ഇതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഫീൽ പോലെ ഇരിക്കും. അത് മോക്ഷം നേടണം. മോക്ഷം നേടിയില്ലെങ്കിൽ അലഞ്ഞു തിരിയും. അത് തന്നെ എല്ലാത്തിനും പറഞ്ഞത്. ആ മോക്ഷം നിങ്ങൾ എന്തെങ്കിലും ക്രിയ ചെയ്യണതുകൊണ്ടോ എന്തെങ്കിലും കർമ്മം ചെയ്യണോണ്ടോ അല്ല. നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് മോക്ഷം. അവിടെയാണ് നിങ്ങളുടെ ശാന്തി, സമാധാനം. അവിടെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. അവിടെയാണ് നിങ്ങളുടെ മൈൻഡ് പവർ. അല്ലാതെ കുറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മൈൻഡ് പവർ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൈൻഡ് പവർ വന്നിട്ടുണ്ടാവും. ഈ ഭൂമിയിലുള്ള എല്ലാ ആത്മാക്കളുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മുടെ ഹൃദയങ്ങളെ പോലും ഇളക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവം
ഒന്നാണ് എങ്കിൽ, ആ ഒരു ഒന്നാണ് എങ്കിൽ എന്തിനാണ് പിശാചിനെ സൃഷ്ടിച്ചത്? അല്ലേ? എല്ലാവരുടെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടാവൂലേ? ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ഉയർന്നു വന്നിട്ടുണ്ടാവൂലേ? എന്തിനാണ് ഇവിടെ നന്മയും തിന്മയും കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടും സങ്കടങ്ങളും? എന്തിനാണ്? ദൈവം സ്നേഹവും കരുണയുമാണെങ്കിൽ ഇതൊരു വിരോധാഭാസമല്ലേ? ഇത്ര ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യന് അതിന്റെ ഉത്തരം കിട്ടാറില്ല പലപ്പോഴും. അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം ബലഹീനമാകുന്നത്. ഞാൻ ഇത്രയൊക്കെ ഞാൻ ഇതായിട്ട്, ഞാൻ പാവമായിട്ട്, ഞാൻ ഒന്നുമല്ല. നീ പാവമല്ല, നീ പഞ്ചപാവമല്ല, ഒന്നുമല്ല. എന്നാലും മനസ്സിൽ കരുതാണ് ഞാൻ പാവം, ഞാൻ ഭയങ്കര ഞാൻ എല്ലാം സഹിച്ച്, കഷ്ടപ്പാട് സഹിച്ച് ഞാൻ നിനക്ക് വേണ്ടി അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോയി, നിസ്കരിച്ചു, കുർബാന കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് കഷ്ടപ്പാടല്ലേ? എന്തിനീ കഷ്ടപ്പാടിനെ നൽകി? നമ്മുടെ ഈഗോയാണ് പറയുന്നത് നമ്മൾ നല്ല ആളാണ്. നല്ലവനല്ല. ഡീപ്പായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവും. ഒരാൾ പോലും ഭൂമിയിൽ, ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. എന്തെങ്കിലും. എന്തുകൊണ്ടാണ് ദൈവം ഈ വെളിച്ചവും ഇരുട്ടും സൃഷ്ടിക്കുന്നത്? വെളിച്ചം മാത്രം കൊടുത്താൽ പോരായിരുന്നു. എന്താണ് അതിന്റെ രഹസ്യം? ഇത് ചുമ്മാ ചോദ്യമല്ല കേട്ടോ. ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ അല്ല അത്. ഇത് ഹൃദയത്തിന്റെ കരച്ചിലാണ്, കരച്ചിൽ. എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ് എന്ന് ചോദിക്കുന്നത്? ഇതിനൊരിക്കലും നിങ്ങൾ യുക്തി കൊണ്ട് അതാണ് യുക്തി ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. ആ യുക്തി എന്ന് പറയുന്നത് ഒരു മറയാണ്, ഒരു മറ. അവിടെ നിങ്ങൾ യുക്തി ഉപയോഗിക്കാൻ പാടില്ല. ലോജിക്ക് കൊണ്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കരുത്. ഹൃദയം കൊണ്ട് അറിയാൻ ശ്രമിക്കണം. ഹൃദയം, മനസ്സിന്റെ യുക്തി ഉപയോഗിക്കരുത് അവിടെ. മനസ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള യുക്തി, ആ യുക്തിയാണ് നിങ്ങളെല്ലാം പറയിക്കുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ. ആ യുക്തി നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് ആത്മാവിന്റെ നിശ്ചലതയിൽ ഇരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ഹൃദയം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഹൃദയം കൊണ്ട് ചിന്തിക്കണം. നിങ്ങൾ ഈ പിശാച്, ഭൂതം, ഇബിലീസ്, സാത്താൻ, മാറാന്ന് കേട്ടിട്ടില്ലേ? ഡീമൺ. ബുദ്ധൻ പറഞ്ഞാണ് ഭൂതം, ദുർഭൂതങ്ങൾ, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കാണുകയല്ല, അനുഭവിക്കുകയാണ് അതിന്. അത് കണ്ണാടിയാണ്, കണ്ണാടി. നമ്മളൊരു കണ്ണാടിയാണ് എന്ന് പറഞ്ഞ പോലെ ഇവരും ഒരു കണ്ണാടിയാണ്. ദൈവത്തിന് സത്യത്തിൽ എതിരാളിയൊന്നുമില്ല. ദൈവം രണ്ടുമല്ല, ഒന്നാണ്. എല്ലാവർക്കും അല്ല, ദൈവം ഒന്നാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ. ഏകം. ഏകം. അദ്വൈതം പറഞ്ഞ ഏകം. ബൈബിൾ പറഞ്ഞ ഏക യാഥാർത്ഥ്യം. ഖുർആൻ പറഞ്ഞ അൽ വാഹിദ്. എല്ലാം പറഞ്ഞ ഒന്നേ ഉള്ളൂ. എല്ലാം ഒന്നേ ഉള്ളൂ. ഇനി ഈ പിശാജ്, സാത്താൻ, ഇബ്ലീസ്, ദുർഭൂതം എന്നൊക്കെ പറഞ്ഞ സ്വതന്ത്രമായി അധികാരമുള്ള ഒരു ജീവിയല്ല. സ്വതന്ത്രമായി അതിനൊന്നും സൃഷ്ടിക്കാനോ അതിനൊന്നും കൊണ്ടുവരാനോ കഴിയില്ല. മറിച്ച് സ്വതന്ത്രമായ ഇച്ഛാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നിഴൽ മാത്രമാണ്. ഒരു നിഴൽ. ഞാൻ ദൈവമായില്ല എന്ന അഹങ്കാരത്തിന്റെ, ഞാൻ ദൈവമായില്ല, ദൈവത്തിന്റെ കണമാണ് നമ്മൾ. ദൈവത്തിൽ നിന്നാണ് നമ്മൾ. നമുക്കെല്ലാ പവേഴ്സും ഉണ്ട്. എല്ലാ പവറും ഉണ്ട്. പക്ഷെ ഞാൻ ദൈവമായില്ല എന്ന അഹങ്കാരത്തിൽ നിന്നാണ്. ആ അഹങ്കാരത്തിന്റെ വേർപിരിയലിന്റെ മൂർത്തീഭാവമാണ് പിശാച്.
ഈ ഇസ്ലാമിലെ ഇതിൽ വച്ച് നോക്കുമ്പോ അതിനെ ഈ ഇബ്ലീസിന് ആദ്യത്തെ ഏകദൈവ വിശ്വാസി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കാരണം മനുഷ്യനെ വണങ്ങാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ മാത്രം വണങ്ങുന്നു, ദൈവത്തെ മാത്രം വണങ്ങുന്നു, ഞാൻ മനുഷ്യനെ വണങ്ങുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമായിട്ട് കാരണമായിട്ട് പറയുന്നത് അതിന് പിന്നിൽ ഈ പ്രത്യക്ഷമായ ഒരു ഭക്തി, ആ ഭക്തിക്ക് പിന്നിൽ അഹം, ഞാനെന്ന ഭാവം. ദൈവത്തിന് സറണ്ടർ ഇല്ല, സമർപ്പണമില്ല. മനുഷ്യന് പാഠമാണത്. ഒരു പാഠമായിട്ടാണ് ആ ഒരു സ്റ്റോറി നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ദേവതകളെയും മാലാഖമാരെയും ഒക്കെ ദൈവം പ്രകാശത്തിൽ നിന്നും സൃഷ്ടിച്ചു. ഭൂതങ്ങളെയും ഭൂതഗണങ്ങളെയും ഇബ്ലീസിനെയും സാത്താനെയും ഒക്കെ തീയിൽ നിന്നും സൃഷ്ടിച്ചു. മനുഷ്യ ശരീരത്തെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യ ശരീരത്തെ, മനുഷ്യ ആത്മാവിനെ ആ ഈശ്വരന്റെ കൽപ്പനയിൽ നിന്നും സൃഷ്ടിച്ചു. സകല ചരാചരങ്ങളോടും പറഞ്ഞു, ഈ മനുഷ്യന് വണങ്ങൂ, നീ മനുഷ്യനെ വണങ്ങൂ. ലോകത്തുള്ള സകല ചരാചരങ്ങളോടും മനുഷ്യനെ വണങ്ങൂ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇല്ല, പറ്റൂല, ഞാൻ നിന്നെ വണങ്ങാം, നീ പറയുന്നതിനെ വണങ്ങൂല. യെസ്, അവിടെയാണ് സറണ്ടറിങ് ഇല്ല, സമർപ്പണമില്ല. ഈശ്വരന് സമർപ്പണമില്ലാതെയായി അവിടെ. അത് അഹം, ഈഗോ. അവിടെ ഈശ്വരനോടുള്ള സ്നേഹമല്ല പ്രതിഫലിച്ചത്, അഹങ്കാരം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാ പിശാചിനെ സൃഷ്ടിച്ചത്? ഈ സൃഷ്ടി തന്നെ പിശാചിനെ തന്നെ വേണ്ടായിരുന്നു. ദൈവത്തിന് അറിയാമായിരുന്നല്ലോ പുള്ളി ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ, പിശാചുക്കൾ, ദുർഭൂതങ്ങൾ, സാത്താന്റെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ എങ്ങനെ ആകും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നല്ലോ. എന്തിന്? അതൊരു ശിക്ഷയായിട്ട് സൃഷ്ടിച്ചതല്ല, നമുക്ക് ഒരു ശിക്ഷയായിട്ടല്ല, ഒരു കണ്ണാടിയായിട്ട് ഇരുട്ടില്ലാതെ നിങ്ങളുടെ സ്വന്തം വെളിച്ചം എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? നിങ്ങൾ അഹങ്കാരികളായി പോകും. നിങ്ങൾ വലിയ അഹങ്കാരികളായി പോകും, വലിയ അഹങ്കാരികൾ. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പോലും പറ്റൂല. അതില്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഒരേ ഒരു മോഷൻ, ഒരേ ഒരു ചലനം. അഹങ്കാരികളായി പോകുമെന്ന് മാത്രമല്ല, അതോടുകൂടി മനുഷ്യന്റെ ആ കുലം തന്നെ ഇല്ലാതെയായി പോകും, ബോറടിച്ചിട്ട്. ഒരേ ചക്രം. അപ്പൊ ആ ഇരുട്ടില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വെളിച്ചത്തെ കാണാൻ കഴിയൂല. ഒരു പ്രതിരോധമില്ലാതെ, നിങ്ങൾ ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പ്രതിരോധം, അത് സോളിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രതിരോധം. ആ പ്രതിരോധമില്ലാതെ നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും ശക്തി പ്രാപിക്കൂല. സത്യത്തിൽ ഈ പിശാചുക്കൾ പോലും, സാത്താൻ പോലും അവരറിയാതെ അവർ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിയാതെ. നമ്മൾ വിചാരിക്കും അവര് ദൈവത്തിനെ എതിർത്ത് അവര് ദൈവമൊന്നും അറിയാതെ ദൈവത്തിനെ ഏത് രീതിയിലും എതിർക്കാന്ന്. അവനറിയൂല, പിശാചിനറിയില്ല, സാത്താൻ അറിയില്ല. പക്ഷേ അവരറിയാതെ അവർ ദൈവത്തെ സേവിക്കുക. അവൻ നിങ്ങളെ തള്ളിവിടുകയാണ്. അവൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ്. അവൻ നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തരുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് തിരഞ്ഞെടുപ്പാണ്. നല്ല തിരഞ്ഞെടുക്കണോ ചീത്ത തിരഞ്ഞെടുക്കണോ അവൻ തരുവാണ്. ദൈവേച്ഛയാൽ. ഒരു സോളിനറിയാം നല്ലത് തിരഞ്ഞെടുക്കണോ ചീത്ത തിരഞ്ഞെടുക്കണോന്ന്. ആരും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ പറയും കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു കുന്തമില്ല. ഒരു ബോധമായി കഴിഞ്ഞ് ആ സോളിനറിയാം അത് നല്ലതാണോ ഉറപ്പായിട്ടും അറിയാം. പിന്നെ അവൻ ചീത്തയിലേക്ക് പോകുന്നത് ഈ പ്രേരണ കൊണ്ടാണ്.
അവിടെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ്? കഷ്ടപ്പാടുകൾ, വേദന, രോഗം, ദാരിദ്ര്യം. കാരണം ഈ ആത്മാവ്, സോള് ഈ ഭൂമിയിൽ വന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വന്ന് വിശ്രമിക്കാനല്ല. ഇവിടെ നിങ്ങൾ ഉണരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലെവൽ മാറാൻ വേണ്ടിട്ട് വന്നാണ്. നിങ്ങളുടെ ലെവൽ സാധാ ലെവലിൽ നിങ്ങൾ പണിയെടുത്തില്ലേ, പൈസ ഉണ്ടാക്കിയില്ലേ, ഫുഡ് കഴിക്കുന്നില്ലേ, ബേസിക് നീഡ്സ് അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കുട്ടികളൊന്നുമല്ല. കുട്ടി പോലും 10 വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവൻ കുട്ടിയല്ല. പിന്നെ ബേസിക് നീഡ്സ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫുഡ് കിട്ടും, ജീവിക്കാൻ എവിടെയെങ്കിലും കിടക്കാനുള്ള ഒരു കൂര കിട്ടും. അതൊക്കെ ഇവിടെ പ്രോസസ് ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. നിങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇപ്പൊ യഥാർത്ഥ പ്രശ്നം എന്താണ്? നിങ്ങൾ ആരാണ് എന്ന് അറിയാന്നുള്ളതാണ് സത്യത്തില്. നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല. വേദന, രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാട് അതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മളിവിടെ വിശ്രമിക്കാൻ വരാത്തതായതുകൊണ്ടാണ്. നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതൊരു പറുദീസി അല്ല. ഇതൊരു സ്കൂൾ, ഒരു LKG UKG സ്കൂളാണ്. ഇവിടെ നിന്ന് നിങ്ങൾ തലം ഉയർത്തിപ്പോയാൽ നിങ്ങൾ പോകുന്ന സ്ഥലം വീണ്ടും തലം ഉയർന്നതായിരിക്കും. ഇത് പറുദീസയല്ല, ഇതൊരു ഗർഭപാത്രമാണെന്ന് പറയും. ഗർഭപാത്രത്തിൽ സമ്മർദ്ദവും വേദനയും ഞെരുക്കവും വളർച്ചയും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഓരോരുത്തരും പോലും ഉണ്ടാവില്ല. നിക്കില്ല. അവിടെ നിക്കില്ല. 100, 150 വർഷം, 200 വർഷമൊക്കെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് പല പണിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലാസ്റ്റ് അവർ മടുത്തു പോവാണ്. ഇവിടെ മടുത്തു പോവും. അങ്ങനെയല്ല സോൾ. അങ്ങനെയല്ല. സോളിന് പ്രായമില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് സോള് ആ പ്രായം, നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കി നമ്മൾ പോണം. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ഗർഭപാത്രം മാത്രമാണ്. നമ്മളെ സമ്മർദ്ദവും ഞെരുക്കവും കൊണ്ടൊക്കെ നമ്മളെ വളർച്ചയും നമ്മുടെ എല്ലാം ഇത് റെഡിയാക്കി വിടുന്ന ഭാഗമാണ് ഒരു സ്കൂൾ. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാവർക്കും. നിങ്ങൾക്ക് വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും രോഗവും ഒക്കെ വരുമ്പോ നമ്മുടെ ഉള്ളിലെ സോളിന്റെ പവറാണ് നമുക്ക് വരുന്നത്. ലോകശാന്തിക്കാരനെ നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ ഉള്ളിലുള്ള പവർ. യു ക്യാൻ ഹീൽ വിത്ത് എ ടച്ച്. ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സിലെ ഭാരം എനിക്കെടുത്ത് മാറ്റാൻ പറ്റും വിത്ത് ഒരു ഐ കോണ്ടാക്റ്റിലൂടെ. ഒരു സംസാരത്തിലൂടെ, ഒരു ടച്ചിലൂടെ. അതെനിക്ക് മാത്രമുള്ളതല്ല, എല്ലാവരുടെ ഉള്ളിലുള്ള പവറാണത്. നിങ്ങൾക്കും ആകാൻ പറ്റും. ആ പവറിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുണ്ട്, ഇത്രയും പവർ ഉണ്ട്. നമുക്കൊരു അസുഖം വരുന്നത് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിലൂടെ ഇതിനെ എനിക്ക് ഓവർകം ചെയ്ത് ഇതിന്റെ മുകളിലെത്താം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും അല്ല. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതല്ല എല്ലാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതോടുകൂടി എല്ലാം പോയി. ഇല്ല, ഇതൊന്നും പോയിട്ടില്ല. അവിടെ നമ്മളെ പ്യൂരിഫിക്കേഷൻ നടത്തുവാണ്. അവിടെ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കീഴടങ്ങുക എന്ന സമ്പന്നതയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. കീഴടങ്ങുക എന്ന സമ്പന്നതയെ, നമ്മൾ വെളിപ്പെടുത്തുന്നത് അവിടെ. ഐ ആം സറണ്ടറിങ്. ഞാൻ ഒന്നുമല്ല, എനിക്ക് നീയാണ് തരുന്നതെല്ലാം എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം. എല്ലാം നീ തന്നാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. സറണ്ടറിങ്. ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി, ബുദ്ധിമുട്ടിച്ചു പോയി, നിങ്ങൾ ഇട്ടിട്ട് പോയി, നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളെ പരിഗണിക്കുന്നില്ല. ആരായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, കാമുകനായിക്കൊള്ളട്ടെ, കാമുകയായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾക്ക് ദിവ്യമായ ഒരു സഹചാരിക്കുള്ള വാതിൽ തുറക്കുവാണ്. തൊട്ടടുത്ത് വേറൊരാൾ ഇരിക്കാൻ വരുവാണ്. വേറെ ശക്തനായ ഒരുവൻ.
ലോകത്ത് എന്തും സാധ്യമായ ഒരുവൻ നിങ്ങളുടെ അടുത്തേട്ട് വരുവാണ്. അത് കാണൂല നിങ്ങൾ അപ്പുറത്ത് കാണുന്നത്. ജീവിതം കംപ്ലീറ്റ് പൂർണ്ണമാണെങ്കിൽ മനുഷ്യന്റെ ഈഗോ വാഴുമായിരുന്നു. അഹങ്കാരം, അഹങ്കാരം. വേദന നിങ്ങളെ താഴ്ത്തുന്നു, നിങ്ങളെ മയപ്പെടുത്തുന്നു. നിങ്ങളുടെ ഈ ഭൂമിയിൽ നിങ്ങൾ നേടിയ മിടുക്കിനെയും ഈ ഭൂമിയിൽ നിങ്ങൾ നേടിയ ആ ലോജിക്കിനെയും എല്ലാം തകർക്കുന്നു. അത്ര ലോജിക്കാണ് എന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും അത്ര ലോജിക്കായിട്ടുള്ളവരോട് പറയേണ്ടത് അവരുടെ സ്വർഗം പണിയട്ടെ. ഭൂമിയിൽ സ്വർഗം പണിയൂ നിങ്ങൾ. ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം. സ്വർഗം പണിത് കാണിക്കൂ. എല്ലാം ഓക്കെ ആണല്ലോ, എല്ലാം സയൻസ്. സ്വർഗം കാണിക്കൂ. ഒരിക്കലും കഴിയില്ല. അപ്പോഴും അവന്റെ ഹൃദയം ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. ഈ വേദനകളും ഈ വിഷമങ്ങളും ഈ സങ്കടങ്ങളും എല്ലാം നിങ്ങളെ തകർക്കാനും തകർത്ത് പരുവപ്പെടുത്താനും അടിച്ചു പൊട്ടിച്ച് കീടങ്ങളെ എല്ലാം തെറിപ്പിച്ച് തുരുമ്പെല്ലാം എടുത്ത് കളഞ്ഞ് അടിച്ച് പരുവപ്പെടുത്തി നിങ്ങളുടെ സത്ത മാത്രം അവശേഷിക്കുന്നത് വരെ, നിങ്ങളുടെ സത്ത മാത്രം അവശേഷിക്കുന്നത് വരെയാണ് ആ ദുരിതങ്ങൾ. നിങ്ങൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുരിതങ്ങളില്ല. ആ കഷ്ടപ്പാടിന് ഒരിക്കലും നിങ്ങൾക്ക് ശിക്ഷയായിട്ട് കാണാൻ പറ്റൂല. അത് വേഷം മാറി വന്ന കാരുണ്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. വേഷം മാറി വന്ന കാരുണ്യം. ആരെങ്കിലും കൈ നീട്ടി വന്നാൽ തടയരുത്. അവർക്ക് എന്തെങ്കിലും കൊടുത്ത് വിട്ടേക്കണം എന്ന് പറയൂലേ? എന്തെങ്കിലും നൽകി. വേഷം മാറി വരുന്ന കാരുണ്യം. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതുപോലെയാണ്. ദൈവം നിങ്ങളെ അടുപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രയിച്ചിരുന്ന എല്ലാത്തിനെയും അവൻ തകർക്കും. എല്ലാത്തിനെയും. നിങ്ങളുടെ മതമായാലും ശരി, നിങ്ങളുടെ എന്തായാലും ശരി, എല്ലാത്തിനെയും നിങ്ങൾ എന്തു ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാവില്ല. ദൈവം നിങ്ങളെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രയിച്ചതെല്ലാം തകരും. എല്ലാം തകർന്നു. അങ്ങനെ എല്ലാം തകർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനിൽ മാത്രം ആശ്രയിക്കും. അവനിൽ മാത്രം. ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പാഠങ്ങളാണ്. ഉണരാനുള്ള ക്ഷണമാണ്. ഇൻവിറ്റേഷൻ. നിങ്ങളെ വേദനയിൽ ഒരിക്കലും വഴിതെറ്റരുത്. ആ വഴിതെറ്റിക്കുക എന്നുള്ള ഈ ദൗത്യമാണ് പിശാച് ഏറ്റെടുത്തിട്ടുള്ളത്. അവനും ദൈവത്തെയാണ് സേവിക്കുന്നത്. വഴിതെറ്റരുത് വേദനയിൽ ഒരിക്കലും. നിങ്ങളുടെ വേദന പ്രതിവിധിയായി മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പിശാച് പോലും ആ ഒന്നിൽ നിന്നാണ്. അവൻ അതിൽ നിന്നും വേറിട്ടവനൊന്നുമല്ല. അവൻ എന്തായി തീരുമെന്ന് നിങ്ങളെ കാണിക്കുന്ന ഭാഗമാണ്. അവൻ എന്തായി തീരുമെന്ന്. നമ്മൾ അവനോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്. അവനോട് സന്ധിയും ചെയ്യരുത്. യുദ്ധം ചെയ്യരുത്, സന്ധിയും ചെയ്യരുത്. നിങ്ങൾ തിരിച്ചറിയണം അവനെ. നിങ്ങൾ നിരീക്ഷിക്കണം. ബുദ്ധിമാന്മാരങ്ങനെയാണ്. ബുദ്ധിമാന്മാരായ ആത്മാക്കൾ, തിരിച്ചറിവ് ലഭിച്ച, സ്വന്തത്തെ അറിഞ്ഞ ആത്മാക്കൾ. നിങ്ങൾ ഇത്രയും നാളും ഇവനോട് യുദ്ധം ചെയ്യുമായിരുന്നു. യുദ്ധം ചെയ്യുമ്പോ അവന് ജയിക്കാൻ കഴിയൂല. അവനെ മാറി നിന്ന് കാണണം. അവൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. അവനവിടെ നിന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. നിനക്ക് കഴിവില്ല, നിനക്ക് അതില്ല, നിനക്ക് ഇതില്ല എന്നൊക്കെ പറയാനേ കഴിയുള്ളൂ. അവബോധം. അവിടെയാണ് പ്യൂരിഫിക്കേഷൻ, ഡീപ്പനിങ്. അവബോധം. ആ അവബോധത്തോടെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൂല. നിങ്ങളുടെ ഭയം കട്ട് ചെയ്ത് കളയും. അവൻ കൊണ്ടുവന്ന ഭയം നിങ്ങൾ മുറിച്ചു കളയും. ആയിരം രൂപങ്ങളിൽ ആരൊക്കെ വന്നാലും ആ വരുന്നവനെല്ലാം എന്റെ പ്രിയപ്പെട്ടവനാണ്, എന്റെ സൃഷ്ടാവാണ്, എന്റെ ഈശ്വരനാണ്, എന്റെ ദൈവമാണ്, എന്റെ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർന്നു സംഭവം. അവൻ ഓടി രക്ഷപ്പെടും. അങ്ങനെ ശത്രു ഇല്ല. ചിലര്
ചിലര് സന്തോഷത്തിൽ പൊതിഞ്ഞു വരും, ചിലത് തീയിൽ പൊതിഞ്ഞു വരും, തീയിൽ കഷ്ടപ്പാടുകൾ. ചിലർ ആശ്വാസമായി വരും, ചിലത് പരീക്ഷണങ്ങളായി വരും, ചിലത് ബുദ്ധിമുട്ടായി വരും, ചിലത് രോഗമായി വരും, ചിലത് അസുഖമായി വരും. എല്ലാവരും എല്ലാവരും വേഷം മാറി വരുന്ന അധ്യാപകരാണ് ഈ സ്കൂളിലെ LKG UKG ക്ലാസ്സിലെ അധ്യാപകരാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ്. എല്ലാവരും കണ്ണാടികളാണ്. എല്ലാവരും ഒന്നിൽ നിന്നുള്ളതാണ്. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കത്തിക്കാൻ. മണ്ണിൽ നിന്നും വന്നവൻ തീയായി മാറി, ആ ജ്വാലയായി മാറി, ആ പ്രകാശമായി മാറാൻ വേണ്ടിയിട്ടാണ്. എഴുന്നേൽക്കാൻ, രൂപപ്പെടുത്താൻ. നിങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നി പോലും നിങ്ങളെ മണ്ണിൽ മൂടിക്കളഞ്ഞാൽ പോലും നിങ്ങൾ ആ സ്നേഹിക്കുന്നവന്റെ നിങ്ങൾ ഒരിക്കലും പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നിങ്ങളെ ഇല്ലാതാകുന്നില്ല. നിങ്ങളെ വെറുതെ പേടിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പേടിപ്പിക്കാൻ. ആ പേടിയിൽ വീണു പോരുത്. നിങ്ങൾ അവനോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് കോർ ബിലീവ്സ്, ഒരു വിശ്വാസം, നിങ്ങളെ തളർത്തുന്ന ഒരു വിശ്വാസം, എനിക്കത് കഴിയില്ല, എനിക്കത് പറ്റൂല, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, എന്നെ എല്ലാം കൂടെ വന്ന് എന്നെ മൂടിക്കളയാണ്, എനിക്ക് അസുഖമാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് പറ്റൂല, എന്നെ എല്ലാം ഇട്ടിട്ട് പോയി, എന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയി, എന്റെ ഭാര്യ ഇട്ടിട്ട് പോയി, എന്റെ കാമുകൻ ഇട്ടിട്ട് പോയി, എന്റെ കാമുക ഇട്ടിട്ട് പോയി. വേസ്റ്റ്. നിങ്ങൾ ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. അത് വേഷം മാറി വന്ന ഒരു അധ്യാപകനാണ്. ഇതൊന്നുമല്ല ഞാൻ. നിങ്ങളുടെ ചിന്ത ഉയർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലം മാറും. തലം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാനറ്റിന്റെ മുകളിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലം മാറിയാൽ ഒരു പ്ലാനറ്റ് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. നെക്സ്റ്റ് സ്റ്റേജിൽ, അടുത്ത തലത്തിൽ. അതാണ് പറഞ്ഞ കണ്ണെത്താത്തിടത്തോളം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തമാക്കാം. മണിമാളികകൾ വേണോ? എന്ത് വേണം? എവരിതിങ് പോസിബിൾ. പക്ഷെ ആ തല അറിഞ്ഞു പോണം. അറിഞ്ഞു പോയില്ലെങ്കിൽ എങ്ങനെയാ കിട്ടുക? കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അറിഞ്ഞാൽ നിങ്ങൾ പോണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അവിടെ കിടന്ന് അതിനോട് മല്ലടിച്ച് വീണ്ടും ഇത് മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ചിന്താബോധം ഞാൻ പറഞ്ഞല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് ദൈവം നിങ്ങൾക്ക് തന്ന ചിന്താബോധമാണ്. വളരെ കാലം മുമ്പ്, മനുഷ്യജന്മത്തിന്റെ പിറവികൾക്ക് മുമ്പ്, ആത്മാക്കൾ എല്ലാം ജനനത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ്, എല്ലാം ജനനത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് കുറെ ആത്മാക്കൾ ജീവിച്ചിരുന്നു. കൂട്ടത്തിൽ നൂർ എന്നൊരു ആത്മാവും ജീവിച്ചിരുന്നു. നൂർ, വെളിച്ചം, പ്രകാശം എന്നാണ് അവന്റെ പേര്. അങ്ങനെ ആത്മാവിന്റെ പൂന്തോട്ടത്തിൽ വസിക്കുകയായിരുന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവവുമായുള്ള ഐക്യത്തിന്റെയും യൂണിയന്റെയും ഒക്കെ സ്ഥലം. വേദനയോ ഭയമോ നഷ്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആനന്ദം മാത്രം. ആനന്ദം മാത്രം. ഒരു ദിവസം ദൈവം ഇവരെ നൂറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങാൻ സമയമായി. എങ്ങോട്ട് ഇറങ്ങാൻ? ഭൂമിയിലേട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഈ പ്രകാശം പേടിച്ചു വിറച്ചു. സങ്കടത്തോടെയും അത്ഭുതത്തോടെയും വിഷമത്തോടെയും എങ്ങോട്ട് ഇറങ്ങണം? എങ്ങോട്ട് പോണം? നീ താഴെയുള്ള ഒരു ലോകത്തിലേക്ക് പോണം. ദൈവിക ശബ്ദം പറഞ്ഞു. അത് അത്ഭുതത്തോടുകൂടി വിഷമത്തോടുകൂടിയും, ഞാൻ നിന്നെ പിരിഞ്ഞു പോകണോ? ഞാൻ നിന്നെ പിരിഞ്ഞു പോകണോ? ആ ദൈവികമായ ശബ്ദം പറഞ്ഞു, നീ എന്നെ പിരിഞ്ഞു പോകണം. വേർപിരിയൽ ആസ്വദിക്കാൻ, വേർപിരിയൽ ആസ്വദിക്കാൻ, മറവിയിൽ എന്നെ ഓർക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇരുട്ടിൽ
ഒരു പ്രകാശമായി മാറുന്നതിന് നീ പോണം. പക്ഷെ ആത്മാവ് ഒന്ന് ശങ്കിച്ചു, ഒന്ന് മടിച്ചു. ഞാൻ ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഓർക്കൂ എന്നാ ആത്മാവ് ചോദിച്ചു. ഓരോ ആത്മാവും ചോദിച്ചു, ഞാൻ എന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ ഓർക്കുവോ? ആ ദൈവികത പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, നീ മറന്നുപോകും, നീ മറക്കും, നീ ആദ്യം മറക്കും, നീ മറക്കും. പക്ഷേ മറക്കുന്നതിലൂടെ നീ സ്വന്തം ആഗ്രഹത്തിൽ നിന്നും എവിടെയാണ്, എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് എന്റെ ജീവിതം എന്ന് ഓർമ്മിക്കാൻ നീ പഠിക്കും. ഓർമ്മിക്കാൻ നീ ഇനി തിരിച്ചു വരുമ്പോൾ നിന്റെ സ്നേഹം നിന്റേത് മാത്രമായിരിക്കും, കടം വാങ്ങിയതായിരിക്കൂല. പെട്ടെന്ന് വളരെ വലിയ ഒരു നിഴൽ, ഒരു കറുത്ത ഭീമാകാരമായ നിഴൽ, ഉയരമുള്ള കറുത്ത കൊടുങ്കാറ്റിലെ മേഘങ്ങൾ, കറുത്ത മേഘങ്ങൾ പോലെ ഒരു രൂപം, തീക്ഷണമായ കണ്ണുകൾ. പെട്ടെന്ന് ഈ ആത്മാവ്, പ്രകാശം എന്ന, ഷൈനിങ് എന്ന ആത്മാവ് പേടിച്ച് പുറകോട്ട് മാറി. വളരെ പെട്ടെന്നാണ് ഇത് വന്നത്. ആരാണ് ഇയാൾ? പ്രകാശം നിലവിളിച്ചുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഇവനാണ് നിങ്ങളെ തീയിലൂടെ നയിക്കുന്നത്. ഇവൻ സത്യത്തിൽ ഒരു മറവിയുടെ മാലാഖയാണ്. ഇവൻ മാലാഖമാർക്ക് വരെ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നവനാണ്. ഇവനാണ് നിങ്ങളുടെ ഉമ്മറപ്പടിയുടെ കാവൽക്കാരൻ. ചിലർ അവനെ സാത്താൻ എന്ന് വിളിക്കുന്നു, ചിലൻ അവനെ ഇബ്ലീസ് എന്ന് വിളിക്കുന്നു, ചിലൻ അവനെ പിശാച് എന്ന് വിളിക്കുന്നു, ചിലർ ദുർഭൂതങ്ങൾ എന്ന് വിളിക്കുന്നു. പക്ഷെ ഇവൻ എന്റെ ജോലിക്കാരൻ മാത്രമാണ്, എന്റെ ജോലിക്കാരൻ, എന്റെ വെറും ഒരു ജോലിക്കാരൻ. അവൻ നിങ്ങളെ ഭയപ്പെടുത്തും, നിങ്ങളെ പ്രലോഭിപ്പിക്കും, ആശയക്കുഴപ്പത്തിലാക്കും, അവൻ നുണകൾ മന്ത്രിക്കും, നിങ്ങളുടെ അഹങ്കാരത്തെ ഇളക്കിവിടും, നിങ്ങളെ വഴിതെറ്റിക്കും. അങ്ങനെ നിങ്ങൾ ഉള്ളിലുള്ള സത്യത്തെ തിരഞ്ഞെടുക്കാൻ പഠിക്കും. ആ ആത്മാവ് വിറയ്ക്കുന്ന പ്രകാശത്തോട് കൂടിയിട്ട് നിഴൽ പോലെയുള്ള ആ സത്വത്തെ ഒന്ന് നോക്കി, ആ സത്യത്തെ ഒന്ന് നോക്കി, എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ഇവൻ എന്നെ ഉപദ്രവിക്കുമോ? ദൈവം പറഞ്ഞു, അവന് കഴിയില്ല, അവന് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. വെറുതെ ചിന്ത ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. അവൻ നിങ്ങളെ ഭയപ്പെടുത്തും, പ്രലോഭിപ്പിക്കും, നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും, നുണകൾ മന്ത്രിക്കും, നിങ്ങളുടെ അഹങ്കാരത്തെ ഇളക്കിവിടും, വഴിതെറ്റിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രിയ ആത്മാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? അവന് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം പറഞ്ഞു, അവന് നിന്നെ ഉപദ്രവിക്കാനോ നിന്നെ ഒന്നും ചെയ്യാനോ കഴിയില്ല. നീ അവന് ശക്തി നൽകിയാലല്ലാതെ നീ കൊടുക്കണ ശക്തി അവന്, അല്ലാതെ അവന് നിന്നെ ടച്ച് ചെയ്യാൻ പറ്റൂല. ഒരു പ്രതിസന്ധിയിലും ഒരു പ്രശ്നത്തിലും എന്തെല്ലാം വന്നാലും നീ അനുവദിക്കാതെ അവന് നിന്നെ ടച്ച് ചെയ്യാൻ പറ്റൂല. ദൈവം വീണ്ടും പറഞ്ഞു തന്നു, അവൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളെ പരിശീലിപ്പിക്കുന്നവനാണ്. നീ അവനെ കൃത്യമായ രീതിയിൽ നേരിടണം. നീ അവനെ നിരീക്ഷിക്കണം, വീക്ഷിക്കണം. അവനെ നീ എന്ന് കീഴടക്കുന്നുവോ അന്ന് നീ ഉയർത്തെഴുന്നേൽക്കും. എന്ന് നീ കീഴടക്കുന്നുവോ, അത് ശരി, നിന്റെ ഈ ഭൂമിയിൽ വെച്ചാണെങ്കിലും ശരി, മരണശേഷമാണെങ്കിലും ശരി, നീ എന്ന് അവനെ കീഴടക്കാതെ നിനക്ക് വിജയിക്കാൻ പറ്റൂല. മരിച്ചു കഴിഞ്ഞാലും വിജയിക്കാൻ പറ്റില്ല, അലഞ്ഞുകൊണ്ടിരിക്കും. അവിടെയാണ് നരകത്തിലേക്ക് പോകുന്നത്. അവനെ കീഴടക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റൂല. അവനെ കീഴടക്കേണ്ട യുദ്ധത്തിലൂടെയല്ല, നിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നിന്റെ ശക്തി. അങ്ങനെ നീ അവനെ തിരിച്ചറിയുമ്പോൾ എല്ലാം നിന്റെ മുന്നിൽ കുമ്പിടും. മാലാഖമാർ വരെ നിന്റെ മുന്നിൽ കുമ്പിടും.
കാരണം നീ ആ സമയത്ത് അഗാധമായ ഒരു ജ്ഞാനം വഹിക്കുന്നുണ്ടാവും. അഗാധമായ ഒരു ജ്ഞാനം, അതാണ് അവബോധം. അതാണ് അവബോധം. ഒന്നിനും നിന്നെ തൊടാൻ, സ്പർശിക്കാൻ കഴിയില്ല. സ്പർശിക്കാൻ കഴിയില്ല. അങ്ങനെ ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി അവൻ ഒരു മനുഷ്യനായി ജനിച്ചു. അവനെല്ലാം മറന്നു. എല്ലാം മറന്നു. അവൻ ഭയപ്പെടാൻ തുടങ്ങി. അവൻ വീണു. പിശാച് വന്നു, ബിലീസ് വന്നു, സാത്താൻ വന്നു, ഭൂതങ്ങൾ വന്നു. കൊമ്പും ഒന്നും വെച്ചോണ്ടല്ല വന്നത്. ആഗ്രഹങ്ങളായിട്ട്, സംശയങ്ങളായിട്ട്, ഭയങ്ങളായിട്ട്, വിഷമങ്ങളായിട്ട്, കഷ്ടപ്പാടുകളായിട്ട് വന്നു. എന്നിട്ട് നിന്നോട് പറഞ്ഞു തന്നു, നീ ഒറ്റയ്ക്കാണ്, നീ ഒറ്റയ്ക്കാണ്, നിനക്കാരുമില്ല, നിനക്കാരുമില്ലടോ എന്ന് പറഞ്ഞു തന്നു. അത് കേട്ടു. നിനക്കൊരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു. നിനക്കൊരു ലക്ഷ്യമില്ല, നീ നിന്നെ തന്നെ സേവിച്ചോ, നിനക്കൊരു രക്ഷയില്ല, നീ നിന്നെ നോക്കി നീ ജീവിച്ചോ, ആരോടും ഒരു കമ്മിറ്റ്മെന്റും വേണ്ട, ആരെയും പരിഗണിക്കണ്ട. ഇതൊക്കെ അവൻ പറഞ്ഞു തന്നു. എല്ലാം നിനക്ക് പറഞ്ഞു തന്നു. നീ പോരാ, നീ കഴിവില്ലാത്തവനാണ്, നിനക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞു തന്നു. വർഷങ്ങളോളം അതിനെ വിശ്വസിച്ച് ജീവിച്ചു. വർഷങ്ങളോളം. എന്നാൽ ഒരു ദിവസം ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ പറയും ഇത് പറയാൻ വേണ്ടി. എന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയാം, ഇതല്ല ജീവിതം. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു ചാൻസേ ചിലപ്പോൾ ഉണ്ടാവും. അത് ഈ ചാൻസ് ആയിട്ട് എടുത്തോളൂ. നിങ്ങളെ കാഴ്ചപ്പെടുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ല, നിങ്ങൾ പോരാ, നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ ഇതൊക്കെ അനുഭവിക്ക ഒന്നുമല്ല. ഒന്നുമല്ല. നിങ്ങൾ ആ സൃഷ്ടാവിൽ നിന്നുള്ള ഡയറക്റ്റ് ടച്ചുള്ള ആളാണ്. നിങ്ങളുടെ പരീക്ഷണം കഴിഞ്ഞു. നിങ്ങൾ അത് ഓർത്താൽ മാത്രം മതി. നിങ്ങളെക്കുറിച്ച് അവിടെ നിങ്ങളൊരു പ്രകാശത്തിന്റെ യോദ്ധാവായി മാറും. യോദ്ധാവായി മാറും. അവിടെ നിങ്ങൾ ഇരയാവൂല. നിങ്ങളെ ഇരയാക്കുക എന്നുള്ളതാണ് പൈശാചിക ശക്തിയുടെ ആ ചിന്തകളുടെ. നിങ്ങൾക്ക് അതിനെ എന്ത് പേരിട്ടും വിളിക്കാം. മോഡേൺ വേൾഡിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സിനോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് അതിനെ നെഗറ്റീവ് കോർ ബിലീവ്സിനോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് നിങ്ങൾക്ക് വിളിക്കാം. ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനോ എന്ത് നിങ്ങൾക്ക് വിളിക്കാം. ABC മോഡലിനോ, ബിഹേവിയർ, ആക്ഷൻ, ഇമോഷൻ, എങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എനിത്തിങ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വൈരുദ്ധ്യങ്ങളിലൂടെ, ഈ വിഷയങ്ങളിലൂടെ നമ്മെ ദൈവീകത പഠിപ്പിക്കുകയാണ്. അവിടെ ദൈവീകത പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചം കണ്ടെത്താൻ, വെളിച്ചം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ നിഴല് കാണിച്ചു തരുവാണ്. നിങ്ങളെ ടോർച്ചൊന്ന് അടിച്ച് നിങ്ങളെ വെളിച്ചം ഒന്ന് തെളിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ മനസ്സിൽ പറയും, ഓർമ്മിക്കാൻ എന്നെ സഹായിക്കൂ. അത് മാത്രമേ പറയേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം ഓക്കെ ആയി. അതിനപ്പുറത്ത്, ഒരു തീരെ അപ്പുറത്ത്, ആ പരീക്ഷണങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങളെ കാത്ത് രണ്ട് കരങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന, നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന കരങ്ങൾ തൊട്ടപ്പുറം ഇരിക്കുന്നുണ്ട്. മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. എവരിബഡി റെഡി? ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടേ. ഒരു 2 minutes. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഓക്കെ, കണ്ണുറന്നോളൂ കേട്ടോ. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങൾ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിരിക്കുക. സറണ്ടർ സറണ്ടർ എന്നാൽ എന്തെങ്കിലും കീഴടങ്ങുന്നതല്ല. സറണ്ടർ എന്ന് പറയുന്നത് എന്തെങ്കിലും കീഴടങ്ങുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ മിടുക്ക്, നിങ്ങൾ നേടിയതെല്ലാം കുറച്ച് സമയത്തേട്ട് വിടുക. എല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാം സമർപ്പിക്കുക. എല്ലാം നിങ്ങളുടെ ദൈവം, ഈശ്വരൻ, സൃഷ്ടാവ്, അള്ളാഹു, കർത്താവ്, യഹോവ മുന്നിൽ സമർപ്പിക്കുക. എല്ലാം സമർപ്പിക്കുക. കംപ്ലീറ്റ് സറണ്ടർ. അതാണ് അവിടെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിവില്ലാത്തവനാകുന്നില്ല, നിങ്ങൾ അതിശക്തിമാനായി മാറുകയാണ്. അതിശക്തിമാൻ. അതുകൊണ്ട് തന്നെ എല്ലാം സറണ്ടർ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഒന്നിനും വേണ്ടി ശ്രമിക്കണ്ട. വെറുതെ കണ്ണുകൾ അടച്ച് ഏതാനും നിമിഷങ്ങൾ ഇരുന്നാൽ മാത്രം മതി. ചിന്തകൾ വന്നോട്ടെ. കണ്ണടച്ചിരിക്കുമ്പോൾ ചിന്ത വരും. ആ ചിന്തയുടെ പുറകെ ഓടാൻ നിൽക്കണ്ട. അത് ആകാശത്തിലെ മേഘങ്ങൾ വരുന്ന പോലെ വരും, പൊക്കോളും. അതിനെ ജസ്റ്റ് വീക്ഷിച്ചൊന്ന് ഇരിക്കുക കുറച്ച് സമയം. ഇത് നിങ്ങളുടെ ആത്മാവിനെ ജസ്റ്റ് ഒന്ന് തൊട്ടറിയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഒരു ഫീലിംഗും വേണ്ട, ഒന്നും കിട്ടണ്ട. ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മനസമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഒന്നും പറയണ്ട. രണ്ട് കൈകളും ജസ്റ്റ് മടിയിൽ തുറന്നു വെക്കുക. വളരെ കൂളായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. മസിൽ പിടിക്കാതിരിക്കുക.